നമസ്കാരം. കോഴിക്കോട് തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സാമൂതിരി രാജാവിൻ്റെ അമ്പലമായിട്ടുള്ള കോഴിക്കോട് തളി ക്ഷേത്രം. അത് രേവതി പട്ടത്താനം സാമൂതിരി രാജാവ് പണ്ഡിതന്മാരുടെ സദസ്സ് ചെയ്യുന്നതിനാണ് രേവതി പട്ടത്താനം എന്ന് പറഞ്ഞാൽ. അത് ഇവിടെയാണ് നടക്കുക. അങ്ങനെ സാമൂതിരി രാജാവിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം. അവിടെ തേവാരമൂർത്തിക്ക് ഒരു ശ്രീകോവിലാണ് ഇപ്പോൾ പുതിയതാക്കിയിട്ട് പണിയുന്നത്. ഇത് നമ്മൾ പിൻവശത്ത് ഗർഭഗൃഹവും മുന്നിലെ മുഖമണ്ഡപമായിട്ടാണ് ശ്രീകോവിൽ. ഇതിന് മുഴുവൻ തെപ്പോതടിയിലാണ് ചെയ്യുന്നത്. ഈ കഴുക്കോലുകൾക്ക് മീതെ പലക തറച്ച് ചെമ്പോല പതിച്ചിട്ട് ചെമ്പോല മേഞ്ഞിട്ടുള്ള ഒരു പണിയാണ് ഇത് ചെയ്യുന്നത്. മുഴുവൻ നമ്മുടെ തളി ക്ഷേത്രത്തിൻ്റെ അതേ പ്രൗഢിയോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നവഖണ്ഡം കുറച്ച് ചാരികാലി വെച്ചിട്ട് ഉയർത്തി അതിൻ്റെ മേളിൽ നവഖണ്ഡം ചെയ്തിട്ടാണ് ഗർഭഗൃഹം ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 കൂടങ്ങളിലായിട്ട് ഗർഭഗൃഹത്തിനും മുഖമണ്ഡപത്തിനും ഓരോ കൂടങ്ങളായിട്ട് ദീർഘചതുരത്തിലുള്ള പ്രാസാദത്തിലാണ് ഈ പണികൾ നടക്കുന്നത്. ദീർഘചതുരം എന്ന് പറഞ്ഞാൽ 2 കൂടുണ്ടാവും. ആ 2 കൂടത്തിൽ മൂലകളിൽ അലസിയും പാർശ്വഭാഗങ്ങളിൽ നേരണിയായിട്ട് ആണ് ചെയ്യുക. അപ്പോൾ ഈ കൂടം എന്ന് പറയുന്നത് ഇത് മുന്നിലത്തെ കൂടാണ്. മുന്നിലത്തെ കൂടത്തിന് നമുക്ക് മോന്തായത്തിലൂടെ മോന്തായത്തിലൂടെ പൊഴിച്ച് പോവുകയാണ് ചെയ്യുക. അതുപോലെ കോടി കഴുക്കോലുകൾ അലസി 3-ാം പറ്റ അലസി കഴുക്കോലുകൾ, അങ്ങനെ 8 കഴുക്കോലുകൾ ഇതിൽ കൂടത്തിലൂടെ പോകും. അതാണ് ഈ കൂടം. പിന്നെ നമ്മൾ കഴുക്കോലുകൾ ഇപ്പോൾ ഇതിലെ മുഖമണ്ഡപത്തിൽ 4 കോല് തള്ളായിട്ടുള്ള മുഖമണ്ഡപം. ആ മുഖമണ്ഡപത്തിൽ അതുപോലെ ആ ഗർഭഗൃഹത്തിന് ആണ് നമ്മൾ തട്ടിടുന്നത്. തട്ട് ചെരിച്ച് മുകളിൽ നവഖണ്ഡാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തറ ശിലയിലും തറ ഉപപീഠം എന്നിവ ശിലയിലും പിന്നെ നമ്മുടെ മുകളിലത്തെ ഭാഗം വെട്ടുകല്ലിൽ കുമ്മായക്കൂട്ടിലാണ് ചെയ്യുന്നത്. കുമ്മായക്കൂട്ട്, വെട്ടുകല്ലിൽ കുമ്മായക്കൂട്ട്. ഈ കുമ്മായക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലുവള്ളി, ശർക്കര, കടുക്ക, അതുപോലെ തന്നെ കുളമാവിൻ്റെ ഇല, പനച്ചിക്കായ എന്നിവയെല്ലാം കൂട്ടിയിട്ട് അരച്ച് ചേർത്ത മിശ്രിതം 1 മാസത്തോളം നമ്മൾ ആറ്റുമണലും കുമ്മായവും കൂടിയിട്ട്, കൽക്കുമ്മായാണ് നിൽക്കുക. രാമേശ്വരത്ത് നിന്ന് കൊടുന്നിട്ടുള്ള കൽക്കുമ്മായാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് അരച്ച് പാകപ്പെടുത്തി 1 മാസത്തോളം അത് പഴുപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ അരച്ച് ഇപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണ്. അങ്ങനെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ വെട്ടുകല്ല് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ കരിങ്കല്ല്, ഒന്നും സിമെൻറ്റ് ഉപയോഗിക്കാത്ത രീതിയിലുള്ള പണിയാണ് ചെയ്യണത്. അതിൽ ഇനി ഇതിൻ്റെ പുറത്ത് ആദ്യം ഒരു കുമ്മായിക്കൂട്ടുകൊണ്ട് തേപ്പ് ഉണ്ടാവും. അതുപോലെ ഉള്ളിലും കുമ്മായിക്കൂട്ടുകൊണ്ട് തേപ്പ് ഉണ്ടാവും. അത് പിന്നെ അമ്മിച്ചാന്തിൽ അരച്ച് അവസാനത്തെ ഒരു ഫിനിഷിങ് കോട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ തികച്ചും നമ്മൾ പൗരാണികത നിലനിർത്തുന്ന കോഴിക്കോട് തളി ക്ഷേത്രത്തിൻ്റെ അതേ ഇതിലാണ്, അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണികൾ കൊണ്ടുപോകുന്നത്. കാണിപ്പയ്യൂർ എൻ്റെ ഗുരുനാഥൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഇതിൻ്റെ പ്ലാനുകൾ. നമസ്കാരം.